ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര മടിയാട്ടോ രാവിലെ എണീക്കാനും ഒക്കെ. പിന്നെ നമുക്ക് നിവർത്തില്ലല്ലോ, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ സ്കൂളിൽ പറഞ്ഞേക്കണം, മദ്രസ പറഞ്ഞേക്കണം. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം നിപുനെ മദ്രസ പറഞ്ഞു വിടാനാകുമ്പോഴത്തേന് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു പണിയും അതിൻ്റെ ഇടയിലൂടെ നടക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ കുറച്ച് അവനൊന്ന് പറഞ്ഞയച്ചിട്ട് അതിനുള്ള ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവനെ പറഞ്ഞയച്ചതിന് ശേഷമുള്ള വീഡിയോസ് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ തലേന്നത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചൂറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഉപ്പേരിയായിട്ട് നമുക്ക് വാഴക്കൻ്റെ ഉപ്പേരി കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ കൃഷിക്കാരനാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ വാഴമ ഉണ്ടായതാണ്, നല്ല വേവണ വാഴക്കയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കാന്താരിയാണ് കേട്ടോ ഇടണത്. നമ്മളെ മുറ്റത്തുണ്ട് ചെറിയൊരു മരം, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി എടുക്കാൻ വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. പുറത്തോട്ട് ഇറങ്ങാനേ മടിയാണ്, ചളിയും വെള്ളമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് നമ്മളെ പണി നടക്കണമെങ്കിൽ ഇറങ്ങണമല്ലോ. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കല്ലിൽ ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരിക്ക് മുളകിടണത്. മിക്സിയിലൊന്നും അരക്കാൻ നിൽക്കണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെക്കണുണ്ട് കേട്ടോ. കറിക്ക് ഇന്ന് മുരിങ്ങയില കൊണ്ടാട്ടോ കറി വെക്കണത്. അരച്ചിട്ട് തേങ്ങ അരച്ചിക്കാണ്ട് അങ്ങനെ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിബുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പ്ലേറ്റും പിന്നെ നമ്മൾ കൂട്ടാൻ മാത്രം കൊടുത്തയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലും അങ്ങനെ അത് മൂന്നും കൂടെ ഞാനൊന്ന് ബാഗിലാക്കി വെക്കുന്നുണ്ട്. അവന് വരുമ്പോഴത്തേന് മദ്രസ ഇട്ട് വരുമ്പോഴത്തേന് ഇത് റെഡിയാക്കി വെക്കണം. കാരണം 9:30 ആകുമ്പോൾ ഓന് ഇവിടെ നിന്ന് പോകണം, വീട്ടിൽ നിന്ന് പോകണം. 9 മണിയാവും ഓനിവിടെ മദ്രസ വിട്ട് വീട്ടിലെത്താൻ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് അവൻ വന്നിട്ട് പിന്നെ കുളിക്കണം, ചായ കുടിക്കണം, പിന്നെ റെഡി ആവണം. അപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ അവൻ വരുമ്പോഴത്തേന് ഞാൻ അവനുള്ള എല്ലാ കാര്യങ്ങളും ബാഗിൽ റെഡിയാക്കി വെക്കലാണ് കേട്ടോ. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പിന്നെ സമയം വൈകിയാൽ പിന്നെ നമ്മൾ വേറെ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടാക്കി കൊടുക്കണ്ടേ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവനുള്ളതൊക്കെ സെറ്റാക്കി ഞാൻ വന്നപ്പോഴേക്കും നമ്മളെ വാഴക്കുപ്പേരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അടുപ്പത്തേക്കൊന്ന് ചെന്ന് നോക്കിട്ടോ. ചോറുണ്ടായിരുന്നു അടുപ്പത്ത്, അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റി പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അതും വേറും. അവൻ വരുമ്പോഴേക്ക് എല്ലാ പണിയും തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ പിന്നാലെ പോകാൻ അരമണിക്കൂർ വേണം. അതിനുള്ളിൽ പിന്നെ വീട്ടു ജോലികൾ ഒരു ജോലി നടക്കില്ല. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് കഴിയണ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവന് ദോശയും മീൻ കറിയാണ് കേട്ടോ. മീൻ കറിയും ദോശയും കൊടുത്തിട്ട് അവനെ റെഡിയാക്കി അവനെ സ്കൂളിൽ പറഞ്ഞേക്കാണ്. പിന്നെ ഞാൻ മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അരപ്പ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. കാരണം ഇല പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു സാധാ പച്ചമുളകും പിന്നെ നമ്മളെ കാന്താരി ഉണ്ടല്ലോ, അത് നേരത്തെ ഞാൻ എടുത്തു കൊടുന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് അരക്കണത് കേട്ടോ. അത് അരച്ച് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് പിന്നെ മുരിങ്ങൻ്റെ ഇല അതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഞാൻ ഈ അരപ്പും ചേർത്താൽ നമ്മളെ കറി റെഡിയായി കേട്ടോ. പിന്നെ നമ്മളെ വാഴക്കുപ്പേരി തൂമ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് മൂപ്പിക്കുക, കറിവേപ്പിലയിട്ട്. എന്നിട്ട് അത് അതിലോട്ട് ഒഴിച്ചാൽ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മീൻകാരൻ വന്നിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല. മീൻ കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇന്നലത്തെ മീൻ കുറച്ച് ജസ്റ്റ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവർക്ക് ആയിട്ടുള്ള മീൻ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഉണക്ക മീനാണ് കേട്ടോ. അപ്പോൾ മീൻകാരന് മഴയായാൽ മടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഞങ്ങളെ മീൻകാരനൊരു മടിക്കാരനാണ് കേട്ടോ. ഇടയ്ക്ക് ലീവാക്കും, ഇടയ്ക്ക് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞതാ ചോറുണ്ണാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുരിങ്ങൻ്റെ കറിയും വാഴക്കപ്പേരിയും അച്ചാറും പിന്നെ മീനും ഒക്കെ കൂട്ടിയതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. മഴയാണെങ്കിലോ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണല്ലോ. ഇടയ്ക്കൊന്നിങ്ങനെ ജസ്റ്റ് അതിൻ്റെ സ്പീഡൊന്ന് കുറയും, പിന്നെ വീണ്ടും മഴ സ്പീഡ് കൂടുകയും പിന്നെ ഇടി മിന്നൽ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.